ഹലോ എവരി വൺ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തില് ഗവൺമെന്റ് സീറ്റിലേക്ക് മാത്രമല്ല സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മാനേജ്മെന്റ് സീറ്റിലേക്ക് പോലും അലോട്ട്മെന്റ് പ്രൊസീജിയർ ആണ്, അതായത് മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള അലോട്ട്മെന്റ് പ്രൊസീജിയർ വഴിയാണ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ രീതിയിൽ നോക്കുമ്പോൾ PNC മാക് വഴിയാണെങ്കിലും AMCS FNCK വഴിയാണെങ്കിലും CPASIMET പോലെയുള്ള ഏതൊരു അലോട്ട്മെന്റ് പ്രൊസീജിയർ വഴിയും മാനേജ്മെന്റ് സീറ്റിലേക്കാണെങ്കിലും ഒരു 93 to 94% എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയർ വഴി അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകളുണ്ടോ? അതായത് AMCS FNCKയിലോ PNC മാക്കിലോ സിമെറ്റിലോ CPASലോ അങ്ങനെയുള്ള സംഘടനകളിലൊന്നും ഭാഗമല്ലാത്ത, അങ്ങനെയുള്ള അസോസിയേഷനുകളിൽ ഭാഗമല്ലാത്ത ഏതെല്ലാം കോളേജുകളാണ് ഡയറക്റ്റ് നമുക്ക് ആ കോളേജുകൾ അപ്ലൈ ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധ്യതയുള്ള കോളേജുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓരോ ജില്ലയുടെയും കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എറണാകുളം ജില്ലയാണ്. സോ എറണാകുളം ജില്ലയിൽ ആകെ ഒരു കോളേജ് മാത്രമേ ഉള്ളൂ, കോതമംഗലത്തുള്ള ഇന്ദിരാഗാന്ധി കോളേജ് ആണ് എറണാകുളം ജില്ലയിലെ കോളേജ്. ദെൻ പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് വരുന്നത്. മലപ്പുറം ജില്ലയിൽ 2 കോളേജ് ഉണ്ട്, EMS പെരിന്തൽമണ്ണയുണ്ട്, അതുപോലെ തന്നെ MES പെരിന്തൽമണ്ണ. 2 പെരിന്തൽമണ്ണയിലാണ്, EMS ഉണ്ട്, MES ഉണ്ട്. ദെൻ നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് വരുവാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂരുണ്ട്. ദെൻ കോളേജ് ഓഫ് നഴ്സിംഗ് കോപ്പറേറ്റീവ് അസോസിയേഷന്റെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ നെട്ടൂർ തലശ്ശേരി ഉള്ള കോളേജ്. സോ അവിടെ ഡയറക്റ്റ് ആയിട്ട് വേറെ തന്നെ ഒരു ആപ്ലിക്കേഷൻ വിളിച്ച് അപേക്ഷ സ്വീകരിച്ച് വേറെ തന്നെ ആപ്ലിക്കേഷൻ വിളിച്ച് അഡ്മിഷൻ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാവുക. അത് നമ്മുടെ ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, അത് വിളിക്കുന്ന സമയത്ത്. ദെൻ കോഴിക്കോട് ജില്ലയിലേക്ക് വരുവാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് BMH ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, JDT ഇസ്ലാം വെള്ളിമാട് എന്നുള്ള JDT ഇസ്ലാം, ദെൻ KMCT മുക്കം, പിന്നെ നമ്മുടെ മടക്കല്ലൂർ ഉള്ളിയേരിയുള്ള മടക്കല്ലൂർ ആഞ്ജനേയ മെഡിക്കൽ കോളേജ്. സോ ഇതാണ് കോഴിക്കോട് ജില്ലയിലെ കേസ്. ദെൻ കൊല്ലം ജില്ലയിൽ നോക്കുവാണെങ്കിൽ കൊല്ലം ജില്ലയിൽ NS മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്, മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടാരക്കര, VNSS കോളേജ് ഓഫ് നഴ്സിംഗ്. ഇത്രയാണ് കൊല്ലം ജില്ലയിലെ കോളേജുകൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ല നോക്കുവാണെങ്കിൽ CSI കോളേജ് ഓഫ് നഴ്സിംഗ് കാരക്കോണം, ദെൻ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ്. ഇത് രണ്ടുമാണ് തിരുവനന്തപുരം ജില്ലയിലെ കോളേജുകൾ. പത്തനംതിട്ട ജില്ലയിലെ കോളേജുകൾ നോക്കുവാണെങ്കിൽ MGM മുത്തൂറ്റ് കോളേജ് കോഴഞ്ചേരിയിലുണ്ട്. ദെൻ MGM മുത്തൂറ്റ് കോളേജ് പത്തനംതിട്ട റിംഗ് റോഡിലുള്ള കോളേജ് ഉണ്ട്. ദെൻ മൗണ്ട് സിയോൺ അടൂറുള്ള മൗണ്ട് സിയോൺ കോളേജ് ഉണ്ട്. ദെൻ ആലപ്പുഴ ജില്ല നോക്കുവാണെങ്കിൽ KVM കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. കോട്ടയം ജില്ല നോക്കുവാണെങ്കിൽ ലിയാമ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. സോ ഇത്രയും കോളേജുകളാണ് നമുക്ക് ഒരു അസോസിയേഷനിലും ഭാഗമല്ലാത്ത കേരളത്തിലെ കോളേജുകൾ എന്ന് പറയുന്നത്. സോ ഈ കോളേജുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. സോ ഓരോന്നിന്റെയും ആപ്ലിക്കേഷൻ പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് കോളേജുകളുടെ കേസിലൊക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ നമ്മുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.